നമസ്കാരം. കാൽപന്ത് കളിയും ഹറാം. കേരളത്തിലെ മുസ്ലിം യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഫുട്ബോൾ ലഹരിക്കും അമിതാഘോഷങ്ങൾക്കുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തു വന്നിരിക്കുകയാണ് ഒരു ഇസ്ലാമിക പണ്ഡിതൻ. മദ്യവും മയക്കുമരുന്നും മാത്രമല്ല, ഉത്തരവാദിത്തം മറന്നുള്ള ഫുട്ബോൾ ജ്വരവും ലഹരിയാണ്. കായിക പ്രേമികൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി നാസർ ഫൈസി കൂടത്തായി എന്ന ഇസ്ലാമിക പണ്ഡിതനാണ് ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ കളിയാവേശം അനിയന്ത്രിതമായ ലഹരിയോ വ്യക്തിപൂജ്യമോ ആയി മാറരുതെന്ന ആഹ്വാനവുമായി പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. വിനോദങ്ങൾ മനുഷ്യജീവിതത്തെ പൂർണ്ണമായി കീഴടക്കുന്നതിനെതിരെയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനെതിരെയും ഇസ്ലാം ശക്തമായ താക്കീത് നൽകുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മുന്നറിയിപ്പ്. അദ്ദേഹത്തിന്റെ ശാരീരികവും മാനസികവുമായ അഭിവൃദ്ധിക്ക് ഗുണകരമാകുന്ന കായികാഭ്യാസങ്ങളെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി കുട്ടികളുടെ ഓട്ട മത്സരങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും പെരുന്നാൾ ദിനത്തിൽ എത്യോപ്യക്കാരുടെ പരമ്പരാഗത അമ്പെയ്ത്ത് പ്രകടനത്തിന് അനുമതി നൽകിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ എല്ലാ വിനോദങ്ങൾക്കും കൃത്യമായ അതിർവരമ്പുകളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു വിശ്വാസിക്കും ഒന്നിനോടും അമിതമായ സ്വാധീനമോ ആവേശമോ ഉണ്ടാകാൻ പാടില്ല. ചെലവഴിക്കുന്ന ഓരോ നിമിഷത്തിനും പണത്തിനും ദൈവത്തിനും മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. കടമകളെ മറപ്പിച്ചു കളയുന്ന രീതിയിലേക്ക് കളിജ്വരം മാറുന്നുവെങ്കിൽ അത് മദ്യവും മയക്കുമരുന്നും പോലെയുള്ള നിഷിദ്ധമായ ലഹരിയായി തന്നെ ഗണിക്കപ്പെടേണ്ടി വരും. അനാവശ്യ കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് ഖുർആൻ സൂക്തങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യയിൽ ഭൂരിഭാഗം മത്സരങ്ങളും രാത്രിയിലും അർദ്ധരാത്രിക്ക് ശേഷവുമാണ് നടക്കുന്നത്. കളി കാണുന്നത് പകലിലെയും രാത്രിയിലെയും ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിലാകരുത്. അതുപോലെ തന്നെ രാത്രിയെ വിശ്രമത്തിനായാണ് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. കളിക്ക് വേണ്ടി അമിതമായി ഉറക്കമൊഴിയുന്നത് ശരിയല്ല. ഏതെങ്കിലും ടീമിനോടോ കളിക്കാരനോടോ താല്പര്യം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അന്ധമായ ആരാധനയായി പരിവർത്തിക്കപ്പെടുകയും ഫാൻസുകളും അടിമകളുമായി മാറുകയും ചെയ്യുന്നത് വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന അപകടകരമായ പ്രവണതയാണ്. ആരാധന അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ഫുട്ബോളിന്റെ പേരിൽ നടത്തുന്ന വലിയ തോതിലുള്ള പണച്ചെലവുകൾ ധൂർത്താണ്. ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കളിയെ കായിക മനോഭാവത്തോടെ ഉൾക്കൊള്ളാൻ കഴിയണം. കഴിഞ്ഞ തവണ പലയിടങ്ങളിലും അമിതാവേശം പകയും ശത്രുതയുമായി മാറി കൊലവിളിയിൽ വരെ കലാശിച്ചിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കായിക പ്രേമികൾ അതീവ ജാഗ്രത പുലർത്തണം. നാസർ ഫൈസി കൂടത്തായി ആവശ്യപ്പെട്ടു. നേരത്തെ സമസ്ത EK വിഭാഗം നേതാവും സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുൾ സമദ് പൂക്കോട്ടർ രംഗത്തു വന്നിരുന്നു. മലപ്പുറത്ത് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് ഫുട്ബോൾ ആരാധനയ്ക്കെതിരെ രംഗത്തു വന്നത്. പുലർച്ചെയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, തഹജ്ജുദ് പോലും ഒഴിവാക്കുന്ന പല യുവാക്കളും ലോകകപ്പ് മത്സരങ്ങൾ തത്സമയം കാണാൻ പുലർച്ചെ 3 മണിക്ക് ഉണർന്നിരിക്കാൻ മടിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. പള്ളികൾക്കും മദ്രസകൾക്കും ചെറിയ സംഭാവനകൾ നൽകാൻ മടിക്കുന്നവർ ഫുട്ബോൾ താരങ്ങളുടെ വൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ദൂർത്തടിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഫുട്ബോൾ കളി കാണുന്നതോ കളിക്കുന്നതോ തെറ്റല്ല. എന്നാൽ അതിനോടനുബന്ധിച്ചുള്ള അതിരുകടന്ന ആഘോഷങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് സമസ്ത നേതാവിന്റെ പക്ഷം. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും കാണാത്ത തരം വിചിത്രമായ ഫ്ലെക്സ് സംസ്കാരം കേരളത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മലബാർ മേഖലകളിൽ ദൃശ്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. ഇന്ത്യ ലോകകപ്പിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ആഘോഷങ്ങൾക്ക് ഒരു പരിധിവരെ പ്രസക്തിയുണ്ടെന്ന് കരുതാമായിരുന്നുവെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. മാധ്യമങ്ങളുടെ അമിതമായ സ്വാധീനമാണ് യുവാക്കളെ ഈ രീതിയിലേക്ക് മാറ്റിയതെന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടർ ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. തഹജ്ജുദ് നമസ്കാരത്തിനായി അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ മടിക്കുന്നവരാണ് പുലർച്ചെ 3 മണിക്ക് കളി കാണാൻ ഉണർന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ഇത്തരം കാര്യങ്ങൾക്കായി ദൂർത്തടിക്കരുത്. അല്ലാഹു നിങ്ങൾക്കായി 10 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്കായി കൊടുക്കുക. പണം അനാവശ്യമായി ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണെന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം സമസ്ത നേതാവിന്റെ വിമർശനങ്ങൾക്കെതിരെ മലപ്പുറത്ത് 750 അടി നീളമുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് ശ്രദ്ധ നേടിയ പ്രാദേശിക അർജന്റീന ഫാൻസ് അസോസിയേഷൻ രംഗത്തു വന്നു. മതനേതാക്കൾ മറ്റുള്ളവരുടെ വ്യക്തിപരമായ താൽപര്യങ്ങളിലോ സാമൂഹിക പ്രതിബദ്ധതകളിലോ അനാവശ്യമായി ഇടപെടരുതെന്ന് ക്ലബ് ഭാരവാഹിയായിട്ടുള്ള ജെൻസിൽ ജാൻ പ്രതികരിച്ചു. കേരളത്തിലെ ഭൂരിഭാഗം ഫാൻസ് ക്ലബ്ബുകളും വർഷം മുഴുവൻ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. തങ്ങളിൽ ഭൂരിഭാഗം പേരും കൃത്യമായി പള്ളിയിൽ പോകുന്ന വിശ്വാസികൾ തന്നെയാണ്. 4 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ലോകകപ്പ് മഹോത്സവം ആഘോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും ആരാധകർ വ്യക്തമാക്കുന്നു. ഫുട്ബോൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട് സുന്നി പണ്ഡിതർക്കിടയിൽ ആഭ്യന്തര തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. സമസ്ത EK വിഭാഗത്തിന്റെ ഔദ്യോഗിക മുഖപത്രമായ സുപ്രഭാതം ലോകകപ്പിന്റെ ഉദ്ഘാടന ദിവസം 1-ാം പേജ് മുഴുവനായി കായിക വാർത്തകൾക്ക് നൽകിയതിനെതിരെ ഒരു വിഭാഗം മുസ്ലിം പണ്ഡിതർ മുൻപ് രംഗത്തെത്തിയിരുന്നു. മദ്രസകളിൽ കുട്ടികളെ കടുത്ത ഫാൻ സംസ്കാരത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്വന്തം മുഖപത്രം അതിന് വിപരീതമായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിമർശനം. എന്തായാലും കുറെ കാലമായിട്ട് സമസ്തയിലെ വലിയ താടിയും ചെറിയ താടിയും ഇക്കാര്യത്തെ പറഞ്ഞ് അലമുറയിട്ടിട്ട് അവരുടെ സ്വന്തം ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോഴും മെസ്സിക്കും റൊണാൾഡോയ്ക്കും അല്ലാഹുവിനേക്കാൾ വലിയ കട്ടൗട്ട് വെക്കാറുമുണ്ട്. അല്ലാഹുവിന്റെ കട്ടൗട്ട് വെക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നേ, അവർ വെക്കും. അതുകൊണ്ട് അവരുടെ സ്വന്തം ആളുകൾ അല്ലെങ്കിലും വലിയ താടിക്കും ചെറിയ താടിക്കും എൻ്റെ വക നമസ്കാരം. ഈ നമസ്കാരം മുടങ്ങില്ല കേട്ടോ.
എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.